പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമ്മളത് എന്നും വീട്ടിലൊക്കെ അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് നേരം പുറത്തൊക്കെ ഇരിക്കാമെന്ന് പറഞ്ഞ് ഇന്ന് അമ്മയില്ല, അമ്മ ജോലിക്ക് വരികയാണ്. അപ്പോൾ അമ്മാമ്മയായിട്ടാണ് ചേച്ചിയായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ വന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു, അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ വന്ന ടൈം അവർ പാക്കപ്പായി പോകുന്ന ടൈമായിരുന്നു. എങ്കിൽ പോലും ഒരു ഇത്തിരി നേരമെങ്കിലും കാണാൻ പറ്റി, ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റി, അത് വലിയ സന്തോഷം. അപ്പം എന്തായാലും വന്നതല്ലേ, കുറച്ച് നേരം ഇരുന്നിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ അത് കുഞ്ഞൊരു ആ വിശേഷമാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. നമ്മുടെ ഇവിടെ ഉത്സവമൊക്കെ വരികയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് കണ്ടോ, നമ്മൾ കുറച്ച് പ്രകൃതി ഭംഗിയും കൂടി ഒന്ന് ആസ്വദിക്കാമെന്ന് വെച്ച്. കാരണം ഉത്സവമൊക്കെ വരുമ്പോൾ മിക്കപ്പോഴും ഞങ്ങളിത് ഇവിടെ നിന്നാണ് ഉത്സവം കാണാൻ പോകുന്നത്. ലാസ്റ്റത്തെ ഉത്സവം ഇങ്ങനെയാണ്, ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പം ഈ കഴിഞ്ഞ വർഷം വീൽ ചെയർ ഉള്ളത്, ഇലക്ട്രിക്കിൻ്റെ വീൽ ചെയർ ഉള്ളതുകൊണ്ട് ഈ വഴി കൂടി വീൽ ചെയർ വരില്ല. അപ്പം മറ്റു വഴി കൂടി ഇങ്ങനെ ഫുള്ളായിട്ട് കറങ്ങിയാണ് വന്നത്. കുറേ നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. പണ്ട് ഉത്സവ സമയം ഒരു 9ാം ഉത്സവത്തിൻ്റെ അന്ന് വൈകുന്നേരം ഇതുണ്ട്, ഘോഷയാത്രയൊക്കെ ഉണ്ട്. അപ്പം അന്ന് രാവിലെ തന്നെ ആനയൊക്കെ വരുമ്പോൾ എൻ്റെ ഒരു അമ്മാമ്മ അപ്പോൾ പണ്ട് ഇങ്ങനെ അന്നത്തെ ഒരു ദിവസം രാവിലെ തന്നെ 3 ആന ഉണ്ട്. ആ 3 ആനയും 3 നേരമായിട്ട് വരും. അപ്പോൾ ഞങ്ങൾ ആനയെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും. ഞങ്ങൾ എൻ്റെ അനിയത്തി കുഞ്ഞ് അല്ല, ഇപ്പോഴും ഈ കുറച്ച് നാളായതേ ഉള്ളൂ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റാതിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ചെറിയ ആൾക്കാർ ഞങ്ങളെല്ലാവരും കൂടി എൻ്റെ അമ്മാമ്മയൊക്കെ ആയിട്ട് ഒരുപാട് നേരം ഇവിടെ വന്നിരുന്ന് ആനയൊക്കെ കണ്ട് കുറേ അങ്ങനെ നല്ല നല്ല ഒരുപാട് ഓർമ്മകൾ ഇവിടെ ഉണ്ട്. ആനയെ കുളിപ്പിക്കുന്നതും ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും പിന്നെ വൈകുന്നേരത്തെ ഇതുവരെയും ഇവിടെയാണ് ആനയെ നിർത്തിയിരിക്കുന്നത്. കൂട്ടുകാരെ, നമ്മൾ നേരെ കടലാണ്. പിന്നെ കടൽ നമ്മൾ ഇതിൻ്റെ അടുത്തൊക്കെ വീടൊക്കെ ഉള്ളതുകൊണ്ടാണ് കല്ലൊക്കെ ഇട്ട് ഇതാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കുന്നു. അപ്പം ഒരുപാട് സമയം ഇരിക്കുന്നില്ല, തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഒന്നുകൂടെ പറ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. ഒരുപാട് സമയം ഇരിക്കുന്നില്ല, കാരണം നമുക്കൊരു വെയിൽ പോലെയൊക്കെ അടിക്കുന്നുണ്ട്. പിന്നെ കാറ്റില്ല, ഇപ്പം വലിയ ഒരു ഇതൊന്നുമില്ല, കാറ്റില്ല, നല്ല ചൂടാണ്. കാറ്റില്ലെന്നല്ല, കാറ്റുണ്ട്, ആവശ്യത്തിനൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ പോണു. നമ്മൾ കാണാൻ വന്ന കാര്യം കണ്ടു, ഇത്തിരി സമയമാണെങ്കിലും കാണാൻ കഴിഞ്ഞു, അതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മളൊരു 2 മിനിറ്റ് മുന്നേ താമസിച്ചിരുന്നെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ നിന്ന് കാണാം. ആ സൈഡിലാണ് നടക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഷൂട്ടിങ് ചെയ്യുന്നത് കണ്ടത്. മിക്കവാറും ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ചിട്ടാണ് ഷൂട്ടിങ്. ക്ഷേത്രത്തിൻ്റെ അവിടെ വെച്ചിട്ടാണ്. ഇവിടെ ഇങ്ങനെ എടുക്കുന്ന കാര്യം എനിക്ക് പറഞ്ഞിട്ടായിരുന്നു. നിങ്ങളിങ്ങനെയാണ് പറയുന്നത്. പണ്ട് ഇപ്പോഴൊക്കെയാണ് ഇവിടെ ഈ വീടൊക്കെ വന്നത്. അപ്പം ഞാൻ 4ാം ക്ലാസ്സിൽ, ഒന്നല്ല LKG മുതൽ 4 വരെ ഇവിടെ പനത്തറ സ്കൂളിലാണ് പഠിച്ചത്. അപ്പം അവിടെ ആകുമ്പോൾ അടുത്തായതുകൊണ്ട് വീൽ ചെയറിലാണ് വരുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു വഴി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു ഈ വീടും അങ്ങനെ ഇതൊക്കെ വരുന്നത് കാരണം അപ്പം അതില്ല. പക്ഷെ ഇങ്ങനെ ഒരു വഴിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത്. അന്ന് ഈ ഫ്രണ്ടിലോട്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അന്ന് അവിടെ നല്ല ഇതിനേക്കാളും കാടായിരുന്നു. അപ്പം അതൊക്കെ ഒരു ഓർമ്മയാണ്, നല്ല ഓർമ്മകളാണ് അതൊക്കെ. കൂട്ടുകാർ, പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ അടുത്തൊരു ദിവസം വരും. നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും അനുഗ്രഹവും എനിക്ക് ഉണ്ടാവണം. അപ്പം ബൈ. ശകലം